പ്രേക്ഷകരെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്നാമത്തെ ചാപ്റ്റർ സ്ട്രാറ്റജീസ് ഫോർ ദി എൻഹാൻസ്മെന്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബ്രീഡിംഗ് വഴി പ്രൊഡ്യൂസ് ചെയ്ത കുറച്ച് ഓർഗാനിസത്തിന്റെ പേരുമാണ് പഠിച്ചത്. റൈസ് വെറൈറ്റീസ് പറഞ്ഞു, വീറ്റ് വെറൈറ്റീസ് പറഞ്ഞു, ഷുഗർ കെയിൻ വെറൈറ്റീസ് ആയ സക്കാരം ഒഫിഷ്യനാരം, സക്കാരം ബാർബറി, അതേപോലെ തന്നെ റൈസ് വെറൈറ്റീസ് ആയ IR8, തായ്ചു നേറ്റീവ് വെസ്റ്റ്, ജയ രത്ന, മില്ലറ്റ് വെറൈറ്റീസ് ആയ കല്യാൺ സോണ സോണാലിക, വീറ്റ് വെറൈറ്റീസ് ആയ കല്യാൺ സോണ സോണാലിക, പിന്നീട് മില്ലറ്റ്സ് വെറൈറ്റീസ് ആയ ജോവർ ആൻഡ് ബാജ്റ. ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഒരു ബ്രീഡിംഗ് പ്രോസസ്സ് പറയുകയാണ്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞത് ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അതിൽ നിന്ന് നമുക്ക് എത്രമാത്രം ക്വാണ്ടിറ്റി ലഭിക്കുന്നുണ്ടോ, എത്രമാത്രം ക്വാളിറ്റി ലഭിക്കുന്നുണ്ടോ അത് ഇൻക്രീസ് ചെയ്യിക്കുന്നതിന് വേണ്ടിയുള്ള ബ്രീഡിംഗ് ആണ് നടത്തിയത്. എന്നാൽ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡിസീസ് റെസിസ്റ്റന്റ് പ്ലാന്റ്സിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, എന്നാണ് ഇനി നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. ഡിസീസ് റെസിസ്റ്റന്റ് പ്ലാന്റ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ രണ്ട് മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് കൺവെൻഷണൽ ബ്രീഡിംഗ് എന്ന് അറിയപ്പെടും. കൺവെൻഷണൽ അല്ലെങ്കിൽ ട്രഡീഷണൽ, പണ്ട് മുതൽക്കേ നമ്മൾ ചെയ്തു വരുന്ന മെത്തേഡ് കൺവെൻഷണൽ ബ്രീഡിംഗ്. മറ്റൊന്ന് മ്യൂട്ടേഷൻ ബ്രീഡിംഗ് എന്ന് അറിയപ്പെടും. മ്യൂട്ടേഷൻ ബ്രീഡിംഗ്. ഓക്കേ, മ്യൂട്ടേഷൻ എന്താ? സഡൻ ഇൻഹെറിറ്റബിൾ ചേഞ്ച്. അതിനെയാണ് മ്യൂട്ടേഷൻ ബ്രീഡിംഗ് എന്ന് അറിയപ്പെടുന്നത്. ആദ്യം നമുക്ക് കൺവെൻഷണൽ ബ്രീഡിംഗ് പഠിക്കാം, അതിനുശേഷം മ്യൂട്ടേഷൻ ബ്രീഡിംഗിലേക്ക്. ഓക്കെ, ആദ്യം കൺവെൻഷണൽ മെത്തേഡ്. കൺവെൻഷണൽ മെത്തേഡ് പഠിക്കുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ നേരത്തെ പഠിച്ച 5 സ്റ്റെപ്സ് ഓർത്തിരിക്കണം. ആദ്യത്തെ സ്റ്റെപ്പ് കളക്ഷൻ ഓഫ് വേരിയബിലിറ്റി. ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? കളക്ഷൻ ഓഫ് വേരിയബിലിറ്റി. പല വേരിയബിൾസിനെയും കളക്ട് ചെയ്യണം. എന്താണോ നമ്മൾ ഡിസൈഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് അതുമായി റിലേറ്റ് ചെയ്ത എല്ലാ സ്പീഷീസിനെയും കളക്ട് ചെയ്യുന്നു. അതാണ് കളക്ഷൻ ഓഫ് വേരിയബിലിറ്റി. രണ്ടാമത്തേത് കളക്ട് ചെയ്തതിൽ നിന്നും 2 പേരന്റ്സിനെ സെലക്ട് ചെയ്യണം. ഇവാലുവേഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് സുപ്പീരിയർ പേരന്റ്സ്. സുപ്പീരിയർ പേരന്റ്സ്. ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള 2 പേരന്റ്സിനെ സെലക്ട് ചെയ്യണം. ഇവാലുവേഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് സുപ്പീരിയർ പേരന്റ്സ്. മൂന്നാമത്തേത് ക്രോസ് ഹൈബ്രിഡൈസേഷൻ എമോങ് ദി സെലക്ടഡ് പേരന്റ്സ്. ക്രോസ് ഹൈബ്രിഡൈസേഷൻ എമോങ് ദി സെലക്ടഡ് പേരന്റ്സ്. നാലാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? നാലാമത്തേത് സെലക്ഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് സുപ്പീരിയർ റീകോംബിനൻസ്. അഞ്ചാമത്തെ സ്റ്റെപ്പ് ടെസ്റ്റിംഗ്, റിലീസിംഗ് ആൻഡ് കൊമേഴ്സ്യലൈസേഷൻ to new cultivators. ഇതായിരുന്നു നോർമൽ പ്ലാന്റ് ബ്രീഡിംഗിന്റെ 5 സ്റ്റെപ്പ്. ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കളക്ഷൻ ഓഫ് വേരിയബിലിറ്റി, ഇവാലുവേഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് സുപ്പീരിയർ പേരന്റ്സ്, ക്രോസ് ഹൈബ്രിഡൈസേഷൻ എമോങ് ദി സെലക്ടഡ് പേരന്റ്സ്, സെലക്ഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് സുപ്പീരിയർ റീകോംബിനൻസ്, ടെസ്റ്റിംഗ്, റിലീസിംഗ് ആൻഡ് കൊമേഴ്സ്യലൈസേഷൻ ടു ന്യൂ കൾട്ടിവേറ്റേഴ്സ്. ഇതായിരുന്നു നമ്മുടെ നോർമൽ പ്ലാന്റ് ബ്രീഡിംഗ്. എന്നാൽ ഇത് കൺവെൻഷണൽ ബ്രീഡിംഗിലേക്ക് വരുമ്പോൾ ഇതിനകത്ത് ചെറിയൊരു മാറ്റമേ ഉള്ളൂ. എന്താണെന്ന് അറിയണ്ടേ? നമ്മൾ ആദ്യം കളക്ട് ചെയ്തില്ലേ ഒരുപാട് വെറൈറ്റീസിനെ? ആ കളക്ട് ചെയ്തതില് സ്ക്രീനിങ് നടത്തണം. സ്ക്രീനിങ് ഓഫ് ജേം പ്ലാസം. എന്താ അറിയണ്ടേ?
നമ്മൾ കളക്ട് ചെയ്തതിനെ നമ്മൾ സ്ക്രീൻ ചെയ്ത് നോക്കണം, നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യണം. അതിൽ ഡിസീസ് ഉള്ളത് ഏതാണ്, ഡിസീസ് ഇല്ലാത്തത് ഏതാണ്. അപ്പൊ ഡിസീസ് ഇല്ലാത്തതും ഡിസീസ് ഉള്ളതിനെ തമ്മിൽ എന്ത് ചെയ്താൽ മതി, ക്രോസ് ചെയ്യിച്ചാൽ മതി. ഡിസീസ് ഉള്ള ഒരു പ്ലാന്റിനെയും ഡിസീസ് ഇല്ലാത്ത ഒരു പ്ലാന്റിനെയും തമ്മിൽ ക്രോസ് ചെയ്യിക്കുക. അങ്ങനെ ക്രോസ് ചെയ്യിക്കുക. അപ്പൊ അങ്ങനെ ക്രോസ് ചെയ്യിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഇവർ രണ്ട് ഗ്രൂപ്പാക്കി മാറ്റണ്ടേ. ഡിസീസ് ഉള്ളത് ഏതൊക്കെ, ഡിസീസ് ഇല്ലാത്തതൊക്കെ, ഡിസീസ് ഉള്ളതില് ഹയർ ഈൽഡിങ് ഏതൊക്കെ, ഡിസീസ് ഇല്ലാത്തതില് ഹയർ ഈൽഡിങ് ഇതൊക്കെ നമ്മൾ ക്ലാസിഫൈ ചെയ്യണ്ടേ. അങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് സ്ക്രീനിങ് ഓഫ് ജേംപ്ലാസം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് സ്ക്രീനിങ് ഓഫ് ജേംപ്ലാസം. അപ്പൊ ഇതാണ് അഡീഷണൽ ആയിട്ട് വന്നത് കൺവെൻഷണൽ ഡിസീസ് റെസിസ്റ്റന്റ് മെത്തേഡ്. ഡിസീസ് പ്ലാന്റ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അഡോപ്റ്റ് ചെയ്ത പ്ലാന്റ് ബ്രീഡിംഗ് സ്റ്റെപ്സ് ആണ് ഇപ്പൊ പറഞ്ഞത്. അപ്പൊ നേരത്തെ നമ്മൾ പഠിച്ച മെത്തേഡ്സുമായി നോക്കുമ്പോൾ അഡീഷണൽ ആയിട്ട് ഒരു സ്റ്റെപ്പും കൂടി വന്നു, സ്ക്രീനിങ് ഓഫ് ജേംപ്ലാസം. ഫസ്റ്റ് വൺ കളക്ഷൻ ഓഫ് വേരിയബിലിറ്റി, രണ്ടാമത്തേത് സ്ക്രീനിങ് ഓഫ് ജേംപ്ലാസം, മൂന്നാമത്തേത് ഇവാലുവേഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് സുപ്പീരിയർ പേരൻസ്, നാലാമത്തേത് ക്രോസ് ഹൈബ്രിഡൈസേഷൻ among the selected parents, അഞ്ചാമത്തേത് സെലക്ഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് സുപ്പീരിയർ റെക്കോംബിനൻസ്, ആറാമത്തെ എന്തായി മാറും, ടെസ്റ്റിംഗ്, റിലീസിംഗ് ആൻഡ് കൊമേഴ്സ്യലൈസേഷൻ ടു ന്യൂ കൾട്ടിവേറ്റേഴ്സ്. ഇതാണ് നമ്മുടെ കൺവെൻഷണൽ മെത്തേഡ്സിലൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡിസീസ് റെസിസ്റ്റന്റ് പ്ലാന്റ്സിന്റെ സ്റ്റെപ്സ്. ഓക്കേ, അപ്പൊ നേരത്തെ സ്റ്റെപ്പ് പഠിച്ചു കഴിഞ്ഞാൽ ഇത് പഠിക്കാൻ എളുപ്പമാ നമ്മുടെ നോർമൽ പ്ലാന്റ് ബ്രീഡിങ്ങിന്റെ. കാരണം അഡീഷണൽ ആയിട്ട് എന്ത് മാത്രമേ വന്നുള്ളൂ, സ്ക്രീനിങ് ഓഫ് ജേംപ്ലാസം എന്നറിയപ്പെടുന്ന ഒരു സ്റ്റെപ്പ് മാത്രമേ അഡീഷണൽ ആയിട്ട് വന്നുള്ളൂ. ഓക്കേ, നെക്സ്റ്റ് അടുത്തതിലേക്ക് വരാം. അടുത്തതിലേക്ക് വരുന്ന സമയത്ത് ഇതുവഴി ക്രിയേറ്റ് ചെയ്ത ഈ പ്രോസസ്സ് വഴി ക്രിയേറ്റ് ചെയ്ത കുറച്ച് ഓർഗാനിസിനെ പഠിക്കാം. ഓക്കേ, കുറച്ച് ഓർഗാനിസവും അതിന്റെ ഡിസീസ് റെസിസ്റ്റന്റ് വെറൈറ്റീസ് ഒക്കെ നമുക്ക് പഠിക്കാം. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത അതിൽ ഏറ്റവും ആദ്യം നമുക്ക് ഒരു വീറ്റ് വെറൈറ്റി എടുക്കാം. വീറ്റ് അറിയാമല്ലോ, ഗോതമ്പ്. ഓക്കേ, ആ വീറ്റ് വെറൈറ്റിയുടെ ഡിസീസ് റെസിസ്റ്റന്റ് വെറൈറ്റി അറിയപ്പെടുന്ന പേര് ഹിംഗിരി എന്ന് അറിയപ്പെടും. ഡിസീസ് റെസിസ്റ്റന്റ് വെറൈറ്റി ആണ് ഹിംഗിരി. വീറ്റിന്റെ, ഗോതമ്പിന്റെ രോഗത്തെ തടഞ്ഞു നിർത്തുവാനുള്ള, ഡിസീസിനെ തടഞ്ഞു നിർത്തുവാനുള്ള എബിലിറ്റി ഉള്ള പ്ലാന്റ്സിനെ വിളിക്കുന്ന പേരാണ് ഹിംഗിരി വെറൈറ്റി. അപ്പൊ ഡിസീസ് റെസിസ്റ്റന്റ് വെറൈറ്റി ആണ് ഹിംഗിരി. ആരുടെ, വീറ്റ് വെറൈറ്റി ആണ്. അപ്പൊ അത് ഏതെല്ലാം ഡിസീസ് റെസിസ്റ്റ് ചെയ്യും നോക്കാം. ഒന്ന് ലീഫ് ആൻഡ് സ്റ്റൈപ്പ് റസ്റ്റ്, മറ്റൊന്ന് ഹിൽബണ്ട് ഡിസീസ്. ലീഫ് ആൻഡ് സ്റ്റൈപ്പ് റസ്റ്റ്, ഹിൽബണ്ട് ഡിസീസ്. ഇത് ഫംഗസ് കോസ് ചെയ്യുന്ന ഒരു ഡിസീസ് ആണ്. ലീഫ് ആൻഡ് സ്റ്റൈപ്പ് റസ്റ്റ് എന്നും ഹിൽബണ്ട് ഡിസീസ് എന്നും അറിയപ്പെടുന്നത്. ഈ ഡിസീസുകളെ റെസിസ്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി ആർക്കുണ്ട്, ഹിംഗിരി എന്നറിയപ്പെടുന്ന വീറ്റ് വെറൈറ്റിക്ക് ഉണ്ട്. ഡിസീസുകൾ ഒരിക്കൽ കൂടി, ലീഫ് ആൻഡ് സ്റ്റൈപ്പ് റസ്റ്റ്, ഹിൽബണ്ട് ഡിസീസ്. ആ ഡിസീസ് കോസ് ചെയ്യുന്ന ഓർഗാനിസം ഏതാണ്, ഫംഗസ് ആണ്. ഡിസീസ് കോസ് ചെയ്യുന്ന ഓർഗാനിസം ഫംഗസ്. അതിന്റെ ഡിസീസസിന്റെ വെറൈറ്റി ആണ് ഹിംഗിരി. കോസ് ചെയ്യുന്ന ഹിംഗിരി ആരുടെ വെറൈറ്റി ആണ്, വീറ്റിന്റെ വെറൈറ്റി ആണ്. മറ്റൊന്ന് ബ്രാസിക്ക എന്നറിയപ്പെടും. ഇപ്പൊ രണ്ടാമത്തെ ഓർഗാനിസം എടുക്കുകയാണ് ബ്രാസിക്ക. നമ്മുടെ കടുകിന്റെ ഫാമിലി ആണല്ലോ ബ്രാസിക്കേസിയേ. ബ്രാസിക്ക അതിന്റെ ഡിസീസ് റെസിസ്റ്റന്റ് വെറൈറ്റിയെ പ്യൂസ സോർണിം എന്ന് അറിയപ്പെടും. പ്യൂസ സോർണിം എന്ന് അറിയപ്പെടും. അതിനെ മറ്റൊരു പേരിലും കൂടി അറിയപ്പെടാറുണ്ട്, കരൺ റായി എന്നും അറിയപ്പെടാറുണ്ട്. മറ്റൊരു പേരിലും കൂടി അറിയപ്പെടുന്നു കരൺ റായി. ഇപ്പൊ പ്യൂസ സോർണിം അല്ലെങ്കിൽ കരൺ റായി എന്ന് അറിയപ്പെടും. പ്യൂസ സോർണിം എന്നും കരൺ റായി എന്നും അറിയപ്പെടുന്നു. അതിന്റെ ഡിസീസ് ഏത് ഡിസീസിനെയാണോ റെസിസ്റ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് റസ്റ്റ് എന്ന് അറിയപ്പെടും. It is called a white rust.
വൈറ്റ് റസ്റ്റ് കോസ് ചെയ്യുന്നതും ഒരു ഫംഗസ് തന്നെയാണ്. അപ്പോൾ ഫംഗസ് കോസ് ചെയ്യുന്ന ഡിസീസ് ആണ് വൈറ്റ് റസ്റ്റ്. അതിന്റെ വെറൈറ്റി ആണ് പ്യൂസാസോർണിയം. ഈ പ്യൂസാസോർണിയമിന് എന്തിനുള്ള എബിലിറ്റി ഉണ്ട്? വൈറ്റ് റസ്റ്റിനെ തടഞ്ഞു നിർത്തുവാനുള്ള എബിലിറ്റി ഉണ്ട്. പ്യൂസാസോർണിയം ആരുടെ വെറൈറ്റിയാ? ബ്രാസിക്കയുടെ വെറൈറ്റിയാണ്. നെക്സ്റ്റ് കോളിഫ്ലവർ. മൂന്നാമത്തേത് കോളിഫ്ലവർ. കോളിഫ്ലവറിന് രണ്ട് വെറൈറ്റീസ് ഉണ്ട്. ഒന്ന് പ്യൂസ ശുഭ്ര എന്നും മറ്റൊന്ന് പ്യൂസ സ്നോബാൾ K1 എന്നും അറിയപ്പെടും. പ്യൂസ ശുഭ്ര ആൻഡ് പ്യൂസ സ്നോബാൾ K1. പ്യൂസ ശുഭ്ര, പ്യൂസ സ്നോബാൾ K1 എന്നറിയപ്പെടുന്ന രണ്ട് വെറൈറ്റീസ്. അതിന്റെ ഡിസീസുകൾ നോക്കാം. ഒന്ന് ബ്ലാക്ക് റോട്ട് ആൻഡ് കേൾ. ബ്ലാക്ക് റോട്ട് ആൻഡ് കേൾ. ബ്ലൈറ്റ് ബ്ലാക്ക് റോട്ട്. ബ്ലൈറ്റ് ബ്ലാക്ക് റോട്ട്. ബ്ലൈറ്റ് ബ്ലാക്ക് റോട്ട് ആൻഡ് കേൾ. ബ്ലൈറ്റ് ബ്ലാക്ക് റോട്ട് എന്നറിയപ്പെടുന്ന രണ്ട് ബാക്ടീരിയൽ ഡിസീസുകളെയാണ് റെസിസ്റ്റ് ചെയ്യുന്നത്. ഏതൊക്കെ? ബ്ലാക്ക് റോട്ട് ആൻഡ് കേൾ, ബ്ലൈറ്റ് ബ്ലാക്ക് റോട്ട്. ഇതിനെയാണ് ആര് റെസിസ്റ്റ് ചെയ്യുന്നത്? പ്യൂസ ശുഭ്രയും പ്യൂസ സ്നോബാളും എന്നറിയപ്പെടുന്ന കോളിഫ്ലവറിന്റെ വെറൈറ്റീസ് റെസിസ്റ്റ് ചെയ്യുന്നത്. നാലാമത്തേത് നമുക്ക് കൗപ്പി എന്ന് വിളിക്കാം. കൗപ്പി കേട്ടിട്ടുണ്ടോ? നമ്മൾ മുതിര എന്നൊക്കെ പറയാറുണ്ട്. മുതിര, കൗപ്പി. അതിന്റെ വെറൈറ്റിയാണ് പ്യൂസ കോമൺ. പ്യൂസ കോമൺ. അതിന്റെ ഡിസീസുകളെ അറിയപ്പെടുന്ന പേരാണ് ബാക്ടീരിയൽ ബ്ലൈറ്റ്. ആ പേര് തന്നെയുണ്ട്. അത് ആരായിരിക്കും കോസ് ചെയ്യുന്നത്? ബാക്ടീരിയയാണ് കോസ് ചെയ്യുന്നത് ബാക്ടീരിയ. മൂന്നാമത്തത് ഏറ്റവും അവസാനത്തതാണ് നമ്മുടെ ചില്ലി എന്നറിയപ്പെടുന്നത്. ചില്ലി, മുളക്. അതിന്റെ ഡിസീസ് റെസിസ്റ്റന്റ് വെറൈറ്റിയാണ് പ്യൂസ സദാബഹാർ എന്ന് അറിയപ്പെടും. പ്യൂസ സദാബഹാർ. അതിന്റെ ഡിസീസ് റെസിസ്റ്റന്റ് വെറൈറ്റീസ് ആണ് ഒന്ന് വെറൈറ്റി പ്യൂസ സദാബഹാർ. അതിന്റെ ഡിസീസുകളാണ് ടർണിപ്പ് മൊസൈക് വൈറസ്. ആ ഡിസീസിനെ വിളിക്കുന്ന പേര് ടർണിപ്പ് മൊസൈക് ഡിസീസ് എന്നും. അടുത്തത് ടൊബാക്കോ മൊസൈക് വൈറസ്. ഡിസീസിനെ അറിയപ്പെടുന്ന പേര് ടൊബാക്കോ മൊസൈക് ഡിസീസ്. കോസ് ചെയ്യുന്നതാണ് ടൊബാക്കോ മൊസൈക് വൈറസ് ആൻഡ് ലീഫ് കേൾ. ഇതാണ് നമ്മുടെ പ്ലാന്റ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡിസീസ് റെസിസ്റ്റന്റ് പ്ലാന്റ്സുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ള നമ്മുടെ ആദ്യത്തെ ബോക്സ്. അതിൽ ഒന്നാമത്തേത് വീറ്റ് ആണ്. വീറ്റിന്റെ ഡിസീസ് റെസിസ്റ്റന്റ് വെറൈറ്റിയാണ് ഹിംഗിരി എന്നും. അതിന്റെ ഡിസീസുകളാണ് ലീഫ് ആൻഡ് സൈപ്രസ്, ഹിൽബൺ ഡിസീസ് എന്നറിയപ്പെടുന്നു. മറ്റൊന്ന് ബ്രാസിക്ക, പ്യൂസ സ്വർണ്യം അല്ലെങ്കിൽ കരൻഡ്രായ് എന്നറിയപ്പെടുന്നു. ഡിസീസ് വൈറ്റ് റസ്റ്റ്. കോളിഫ്ലവറിന്റെ വെറൈറ്റിയാണ് പ്യൂസ ശുഭ്ര അല്ലെങ്കിൽ പ്യൂസ സ്നോബാൾ K1. അതിന്റെ ഡിസീസുകളാണ് ബ്ലാക്ക് റോട്ട് ആൻഡ് കേൾ, ബ്ലൈറ്റ് ബ്ലാക്ക് റോട്ട്. നാലാമത്തേത് കൗപ്പി. അതിന്റെ വെറൈറ്റിയാണ് പ്യൂസ കോമൺ, ബാക്ടീരിയൽ ബ്ലൈറ്റ് എന്നറിയപ്പെടുന്നു ഡിസീസ്. അഞ്ചാമത്തേത് ചില്ലി. അതിന്റെ വെറൈറ്റി അറിയപ്പെടുന്ന പേര് പ്യൂസ സദാബഹാർ. ഡിസീസുകളാണ് ടർണിപ്പ് മൊസൈക് ഡിസീസ്, ടൊബാക്കോ മൊസൈക് ഡിസീസ് ആൻഡ് ലീഫ് കേൾ. പറഞ്ഞ ക്ലിയർ ആണോ? ഈ ബോക്സ് ഇതേപോലെ കാണാതെ പഠിക്കുക. എക്സാമിന് രണ്ട് രീതിയിൽ ചോദിക്കാറുണ്ട്. മാച്ച് ദി ഫോളോയിങ് എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. അതോടൊപ്പം fill in the blanks എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഈ ബോക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 3 മാർക്കിനാണ് മിക്കപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ഉള്ള ഒരു ചാപ്റ്റർ ആണ്, പോർഷൻ ആണ് ഈ പറഞ്ഞത്. അത് ഇങ്ങനെ തന്നെ കാണാതെ പഠിക്കുക. ഇതിൽ നിന്ന് നിങ്ങൾക്ക് വേറെ ക്വസ്റ്റ്യനും കൂടി ആൻസർ എഴുതാൻ പറ്റും.
നോക്ക, പ്ലാന്റ്സിനെ അറ്റാക്ക് ചെയ്യുന്ന ഓർഗാനിസംസ് മെജോറിറ്റിയും ഏതൊക്കെയാ? ഒന്ന് ഫംഗൽ ഡിസീസുകൾ വരാറുണ്ട്, ബാക്ടീരിയൽ ഡിസീസുകൾ വരാറുണ്ട്, വൈറൽ ഡിസീസുകൾ വരാറുണ്ട്. നമുക്ക് അങ്ങനെ ഡിസീസ് കോസ് ചെയ്യുന്നത് ഫംഗസ് ഡിസീസ് കോസ് ചെയ്യാറുണ്ട്, ബാക്ടീരിയ ഡിസീസ് കോസ് ചെയ്യാറുണ്ട്, വൈറസ് ഡിസീസ് കോസ് ചെയ്യാറുണ്ട്. ഫംഗസ് കോസ് ചെയ്യുന്ന ഡിസീസുകളാണ് ലീഫ് ആൻഡ് സൈപ്രസ്, ഹിൽബർട്ട് ഡിസീസ് ആൻഡ് വൈറ്റ് റസ്റ്റ്. ബാക്ടീരിയ കോസ് ചെയ്യുന്ന ഡിസീസ് ആണ് ബ്ലാക്ക് റോട്ട് ആൻഡ് ഗേർഡ്, ബ്ലാക്ക് റോട്ട്, ബാക്ടീരിയൽ ബ്ലൈറ്റ്, അത് ബാക്ടീരിയ കോസ് ചെയ്യുന്നതുമാണ്. നെക്സ്റ്റ് വൈറസ് കോസ് ചെയ്യുന്നത് ആണ് ടർണിംഗ് മൊസൈക് വൈറസ്, ടൊബാക്കോ മൊസൈക് വൈറസ്. ഓക്കേ, ഇത്രയുമാണ് നമ്മുടെ ഡിസീസ് റെസിസ്റ്റന്റ് കൺവെൻഷണൽ മെത്തേഡ്സ്. ഇനി നമുക്ക് മ്യൂട്ടേഷൻ ബ്രീഡിംഗിലേക്ക് വരാം. മ്യൂട്ടേഷൻ ബ്രീഡിംഗ് എന്ന് പറയുമ്പോൾ അതിന്റെ ജീൻസിൽ എന്തെങ്കിലും മാനിപ്പുലേഷൻ വരുത്തണം, അതിന്റെ ക്യാരക്ടറിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിയിട്ട് അതിനെ റെസിസ്റ്റ് ചെയ്യിക്കുക. കാരണം ഇപ്പൊ സപ്പോസ് നമുക്ക് സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് പോകണമെന്നുണ്ടെങ്കിൽ, നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മളെ അട്രാക്ട് ചെയ്യുന്ന ഏതോ ഒരു ഫീച്ചർ അവിടെ ഉണ്ടെന്നാണ്. അതുകൊണ്ടല്ലേ നമ്മൾ സ്ഥിരം അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ഒരു ഓർഗാനിസത്തിൽ അങ്ങനെ സ്ഥിരമായിട്ടൊരു ഡിസീസ് വരണമെന്നുണ്ടെങ്കിൽ ആ ഡിസീസിന് ഫേവറബിൾ ആയിട്ടുള്ള എന്തോ ഒന്ന് ആ പ്ലാന്റിൽ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ആ ഡിസീസ് കോസ് ചെയ്യുന്ന ഓർഗാനിസത്തിന് ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ എന്താണോ അതങ്ങ് ഇല്ലാതാക്കിയാൽ മതി. അങ്ങനെ ഒരു ക്യാരക്ടറിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് മ്യൂട്ടേഷൻ ബ്രീഡിംഗ് അഡോപ്റ്റ് ചെയ്യുന്നത്. മ്യൂട്ടേഷന്റെ മീനിങ് എന്താണെന്ന് അറിയാമോ? ഇറ്റ്സ് എ സഡൻ ഇൻഹെറിറ്റബിൾ ചേഞ്ച്. സഡൻ മീൻസ് വളരെ പെട്ടെന്ന് ഉണ്ടാകുന്നതും ഒരു തലമുറയിൽ നിന്നും മറ്റൊരു തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യുന്നതുമാണ് മ്യൂട്ടേഷൻ എന്ന് അറിയപ്പെടും. ഒരു തലമുറയിൽ നിന്നും മറ്റൊരു തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യുന്നു. അത് കൂടാതെ വളരെ പെട്ടെന്ന് ഉണ്ടാകുന്നതുമായിരിക്കണം. സപ്പോസ് എൻ്റെ കൈവിരൽ ഇവിടെ വെച്ച് മുറിഞ്ഞു പോയെന്ന് വിചാരിക്കുക. മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ എനിക്കൊരു കുട്ടി ഉണ്ടാകുമ്പോൾ ആ കുട്ടി ഈ വിരലില്ലാതാണോ ജനിക്കുന്നേ? അല്ല, കുട്ടിക്ക് എന്തും കാണും, 5 വിരലും കാണും. അപ്പൊ അതിന് മ്യൂട്ടേഷൻ പറയാൻ പറ്റുമോ? പക്ഷെ കൈ മുറിഞ്ഞു പോയത് വളരെ പെട്ടെന്നാണ്. അപ്പൊ അതിനെന്ത് പറയാൻ പറ്റത്തില്ല? മ്യൂട്ടേഷൻ പറയാൻ പറ്റത്തില്ല. ഈ മ്യൂട്ടേഷൻ പറയുമ്പോൾ പെട്ടെന്ന് ഉണ്ടാകുന്നതുമായിരിക്കണം. ആ ക്യാരക്ടർ മുറിഞ്ഞു പോയി എന്ന് വെച്ചാൽ ഇല്ലാത്ത ക്യാരക്ടർ ആർക്ക് ട്രാൻസ്ഫർ ചെയ്യണം? പ്രോജനിക്ക് ട്രാൻസ്ഫർ ചെയ്യണം. എന്റെ കൈ മുറിഞ്ഞു പോയി, അത് പെട്ടെന്ന് ഉണ്ടായതാ. പക്ഷെ എന്റെ കുട്ടിക്ക് കൈയില്ലാതെ ജനിച്ചില്ല, അല്ലെങ്കിൽ കൈവിരലില്ലാതെ ജനിച്ചില്ല. അപ്പൊ അതിനെ ഒരിക്കലും എന്ത് പറയാൻ പറ്റില്ല? മ്യൂട്ടേഷൻ എന്ന് പറയുവാൻ സാധിക്കില്ല. മ്യൂട്ടേഷൻ എന്റെ ശരീരത്തിൽ പെട്ടെന്ന് ഉണ്ടാകുന്നതുമായിരിക്കണം. അടുത്ത തലമുറയിലേക്ക് ഞാൻ അതേ ക്യാരക്ടറിനെ ട്രാൻസ്ഫർ ചെയ്യുകയും വേണം. അതിനെയാണ് മ്യൂട്ടേഷൻ എന്ന് വിളിച്ചത്, സഡൻ ഇൻഹെറിറ്റബിൾ ചേഞ്ച് എന്ന് വിളിച്ചത്. അങ്ങനെ മ്യൂട്ടേഷൻ നടത്താൻ പ്രധാനമായിട്ടും നമ്മൾ 2 പേരെയാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് കെമിക്കൽസിനെ ഉപയോഗിക്കാറുണ്ട്, മറ്റൊന്ന് റേഡിയേഷൻസ് ഉപയോഗിക്കാറുണ്ട്. കെമിക്കൽസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുള്ളതായിരിക്കും എൻഡോസൾഫാൻ എന്നറിയപ്പെടുന്ന ഒരു കെമിക്കൽ. മ്യൂട്ടേഷൻ നടത്തിയേ കാരണം അന്ന് കാഷ്യൂനട്ട് പ്ലാന്റ്സിനകത്ത്, പരങ്കാവിനകത്ത് ഏറ്റവും അധികം ഓർഗാനിസം അറ്റാക്ക് ചെയ്തപ്പോൾ, ഡിസീസ് കോസ് ചെയ്തപ്പോൾ അവരെ എല്ലാം നശിപ്പിക്കാൻ വേണ്ടി നമ്മൾ കണ്ടെത്തിയ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നായിരുന്നു എൻഡോസൾഫാൻ. ആ എൻഡോസൾഫാൻ സ്പ്രേ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ കശുമാവിനകത്ത്, ആ കാഷ്യൂനട്ട് പ്ലാന്റ്സിനകത്ത് ഒരു തരത്തിലുള്ള ഡിസീസും കോസ് ചെയ്യാതെ ഹയർ ഔട്ട്പുട്ട് കിട്ടി. പക്ഷേ ആ സ്പ്രേ ചെയ്ത കെമിക്കൽ ആരിൽ ഓൾട്രേഷൻ വരുത്തി? ഹ്യൂമൻ ബീയിങ്സിൽ ഓൾട്രേഷൻ വരുത്തി, ചേഞ്ചസ് വരുത്തി. ആ ചേഞ്ച് ഇന്നും തലമുറകളായിട്ട് കൈമാറ്റം ചെയ്യപ്പെട്ടു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ജനിക്കുന്ന കുട്ടികൾക്കും, ഇപ്പോൾ കാസർഗോഡ് ജനിക്കുന്ന പല കുട്ടികൾക്കും അവരുടെ ശരീരത്തിൽ മാനിപ്പുലേഷൻ നടക്കാറുണ്ട്. ചേഞ്ചസ് വന്നിട്ടാണ് അവരുടെ പാർച്ചുലേഷൻ അല്ലെങ്കിൽ പ്രസവം നടക്കുന്നത്. അതിന് കാരണം ഈ എൻഡോസൾഫാൻ പോലെയുള്ള കെമിക്കൽസ് ആണ് മ്യൂട്ടേഷൻ കോസ് ചെയ്തത്. എങ്കില് അങ്ങനെ കെമിക്കൽസിന്റെ സഹായത്തോടു കൂടി മ്യൂട്ടേഷൻ അഡോപ്റ്റ് ചെയ്യാം. അതിന്റെ 2 എക്സാമ്പിൾസ് ആണ് നമുക്കുള്ളത്. ഒന്ന് മങ് ബീൻസ് എന്ന് അറിയപ്പെടും. മങ് ബീൻസ് അറിയാമോ? നമ്മുടെ വീട്ടിലെ പയർ തന്നെയാണ്. ചെറുപയറാണ് മങ് ബീൻസ് എന്ന് അറിയപ്പെടുന്നത്. ഈ മങ് ബീൻസില് 2 ഡിസീസുകൾ കോസ് ചെയ്യുമായിരുന്നു. ഒന്ന്
പൗഡറി മൈൽഡ്യൂ എന്നറിയപ്പെടും. പൗഡറി മൈൽഡ്യൂ. മറ്റൊന്ന് യെല്ലോ മൊസൈക്ക് ഡിസീസ്. യെല്ലോ മൊസൈക്ക് ഡിസീസ്. ഈ രണ്ട് രോഗങ്ങളെയും മ്യൂട്ടേഷൻ ബ്രീഡിംഗ് വഴി നമ്മൾ റെസിസ്റ്റ് ചെയ്തു. മഗ് ബീൻസ് ചെറുപയറിൽ സ്ഥിരമായി ഉണ്ടാകാവുന്ന രണ്ട് രോഗങ്ങളാണ് യെല്ലോ മൊസൈക്ക് ഡിസീസും മറ്റൊന്ന് പൗഡറി മൈൽഡ്യൂയും. ഇവിടെ എന്ത് സംഭവിച്ചു? മഗ് ബീൻസില് മ്യൂട്ടേഷൻ ബ്രീഡിംഗ് നടത്തിയിട്ട് ഈ രണ്ട് ഡിസീസുകളെയും നമ്മൾ റെസിസ്റ്റ് ചെയ്യിച്ചു. ഓക്കേ, അപ്പൊ അതൊരു എക്സാമ്പിൾ ആയില്ലേ. മറ്റൊന്ന് എന്ത് ചെയ്യാറുണ്ട്? ചില വൈൽഡ് സ്പീഷീസ് ഉണ്ട്, എന്നുവെച്ചാൽ കാട് പോലെ അങ്ങ് വളരും, നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്യും. നല്ല രീതിയിൽ വളരാൻ കാര്യം എന്താ? അവർക്ക് ഡിസീസ് ഒന്നുമില്ല, പക്ഷേ അവരുടെ ഈൽഡ് കുറവായിരിക്കും, ലോ ഈൽഡ് ആയിരിക്കും. അതിനെന്ത് ചെയ്തില്ല, ഔട്ട്പുട്ട് ഒന്നും നമുക്ക് അങ്ങനെ ലഭിക്കില്ല. പക്ഷെ കാട് പോലെ വളരും, ഒത്തിരി അങ്ങ് സ്പ്രെഡ് ചെയ്ത് അങ്ങ് വളരും, പക്ഷെ നമുക്ക് ഔട്ട്പുട്ട് ഒന്നും കിട്ടത്തില്ല. പക്ഷെ വേറൊന്നുണ്ട്, അത് ഡിസീസ്ഡ് ആയിരിക്കും, പക്ഷേ ഹയർ ഈൽഡ് ആയിരിക്കും നൽകുന്നത്. ഹയർ ഈൽഡ്. ഇവിടെ മ്യൂട്ടേഷൻ നടത്തി, ഇവർ രണ്ടുപേരിലും കൂടി മ്യൂട്ടേഷൻ നടത്തി നമ്മൾ പുതിയ പ്ലാന്റ്സിനെ, ഹൈബ്രിഡ്സിനെ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു ഹിന്ദിയുടെ, ഹിന്ദി എന്ന് കേട്ടിട്ടുണ്ടോ? ഹിന്ദി സയന്റിഫിക് നെയിം ഏബൽ മോസ്കസ് എസ്കുലൻഡസ് എന്നറിയപ്പെടും. ഏബൽ മോസ്കസ് എസ്കുലൻഡസ്. ഏബൽ മോസ്കസ് എസ്കുലൻഡസ് എന്നറിയപ്പെടുന്ന ഹിന്ദി വെറൈറ്റി നമ്മൾ ലേഡീസ് ഫിംഗർ എന്ന് പറയാറുണ്ട്, വെണ്ടയ്ക്ക എന്ന് പറയാറുണ്ട്. വെണ്ടയ്ക്ക അഥവാ ലേഡീസ് ഫിംഗർ, അതിന്റെ സയന്റിഫിക് നെയിം ആണ് ഏബൽ മോസ്കസ് എസ്കുലൻഡസ്. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ സയന്റിഫിക് നെയിം ആയി. ആദ്യത്തെ സയന്റിഫിക് നെയിം പിടിച്ചത് നീലക്കുറിഞ്ഞി ആയിരുന്നു. ഓർമ്മയുണ്ടോ? സ്ട്രോബിലാന്തസ് കുന്തിയാന. പലരുടെയും പേപ്പറിനകത്ത് ഞാൻ മാർക്ക് തന്നിട്ടില്ല, എക്സാം എഴുതിയവർക്കറിയാം. മാർക്ക് തരാത്തതിന്റെ കാരണം സയന്റിഫിക് നെയിം എഴുതുമ്പോൾ ജീനസിന്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം, സ്പീഷീസിന്റെ ഫസ്റ്റ് ലെറ്റർ സ്മോൾ ലെറ്ററും ആയിരിക്കണം, രണ്ടും അണ്ടർലൈൻ ചെയ്തിരിക്കണം. അങ്ങനെ അണ്ടർലൈൻ ചെയ്യാതിരിക്കുകയോ ക്യാപിറ്റൽ ലെറ്റർ എഴുതാതെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുകയില്ല. അതുകൊണ്ട് വ്യക്തമായി ഓർത്തിരിക്കുക, ഹിന്ദി എന്നറിയപ്പെടുന്നത് വെണ്ടയ്ക്കയാണ്, ലേഡീസ് ഫിംഗർ ആണ്. അതിന്റെ സയന്റിഫിക് നെയിം ആണ് ഏബൽ മോസ്കസ് എസ്കുലൻഡസ്. അതിനെ ഒരു വൈൽഡ് സ്പീഷീസുമായി ക്രോസ് ചെയ്തപ്പോൾ, കാട് പോലെ വളരുക, സ്പ്രെഡ് ചെയ്ത് വളർന്ന ഒരു വൈൽഡ് സ്പീഷീസുമായി ക്രോസ് ചെയ്തപ്പോൾ നമുക്ക് പുതിയൊരു വെറൈറ്റി കിട്ടി. ആ പുതിയ വെറൈറ്റിയെ വിളിക്കുന്ന പേരാണ് പർഫാനി ക്രാന്തി എന്ന് അറിയപ്പെടാം. പുതിയ വെറൈറ്റി അറിയപ്പെടുന്ന പേര് പർഫാനി ക്രാന്തി. പർഫാനി ക്രാന്തി. മ്യൂട്ടേഷൻ ബ്രീഡിംഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് രണ്ട് എക്സാമ്പിൾസ് ആണ് പഠിക്കാനുള്ളത്. ഒന്ന് മഗ് ബീൻസുമായി ബന്ധപ്പെട്ട് വരുന്നതും രണ്ടാമത്തത് ഹിന്ദി അഥവാ ലേഡീസ് ഫിംഗറുമായി ബന്ധപ്പെട്ട് വരുന്നത്. മഗ് ബീൻസ് നമ്മുടെ ചെറുപയറാണ്. ആ ചെറുപയറിൽ നമ്മൾ രണ്ട് രോഗങ്ങളെ മ്യൂട്ടേഷൻ ബ്രീഡിംഗ് വഴി തടഞ്ഞു നിർത്തി. ആ രണ്ട് രോഗങ്ങളാണ് പൗഡറി മൈൽഡ്യൂ എന്നും യെല്ലോ മൊസൈക്ക് ഡിസീസ് എന്നും അറിയപ്പെടുന്നത്. രണ്ടാമത്തെ എക്സാമ്പിൾ ഹിന്ദിയിലാണ്, ലേഡീസ് ഫിംഗറിലാണ്. അതിന്റെ സയന്റിഫിക് നെയിം ഏബൽ മോസ്കസ് എസ്കുലൻഡസ് എന്നറിയപ്പെടുന്നു. ആ ഏബൽ മോസ്കസ് എസ്കുലൻഡസ് വൈൽഡ് സ്പീഷീസുമായി ക്രോസ് ചെയ്യുകയും പുതിയൊരു ഹൈബ്രിഡ് കിട്ടുകയും ചെയ്തു. ആ ഹൈബ്രിഡിനെ വിളിക്കുന്ന പേരാണ് പർഫാനി ക്രാന്തി എന്ന് അറിയപ്പെടും. പർഫാനി ക്രാന്തി എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, ഇതാണ് മ്യൂട്ടേഷൻ ബ്രീഡിംഗ് എന്ന് അറിയപ്പെടും. ഡിസീസ് റെസിസ്റ്റന്റ് പ്ലാന്റ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ. അങ്ങനെ ഞാൻ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, പ്ലാന്റ്സിന്റെ ഔട്ട്പുട്ട് കുറയ്ക്കാൻ ഡിസീസുകൾ മാത്രമാണോ? അല്ലല്ലോ. ചില സമയങ്ങളിൽ ചില പെസ്റ്റുകളും എന്ത് ചെയ്യാറുണ്ട്? പ്ലാന്റ്സിനെ അറ്റാക്ക് ചെയ്തിട്ട് അവയുടെ ഈൽഡ് കുറയ്ക്കാറുണ്ട്, അല്ലയോ? ശരിയാണ്. കാരണം സാധാരണ ഒരു പ്ലാന്റിൽ ഡിസീസ് കോസ് ചെയ്യുന്നത് ചിലപ്പോൾ ബാക്ടീരിയ ആകാം, ഫംഗസ് ആകാം, അല്ലെങ്കിൽ വൈറസ് ആകാം.
അത് പാത്തോജൻസ് ആയി. ഇനി മറ്റു ചില ഓർഗാനിസംസ് ഉണ്ട്, ഇൻസെക്റ്റുകൾ, പെസ്റ്റുകൾ. അതെന്ത് ചെയ്യപ്പെടും? നമ്മുടെ പ്ലാന്റ്സിനെ അറ്റാക്ക് ചെയ്തിട്ട് അവരുടെ ഈൽഡ് റെഡ്യൂസ് ചെയ്യിക്കും, കുറയ്ക്കും. അപ്പൊ ഈ പെസ്റ്റുകളെയും ഇൻസെക്റ്റിനെയും ഒക്കെ റെസിസ്റ്റ് ചെയ്യാനായിട്ട്, തടഞ്ഞു നിർത്താനായിട്ട് പ്ലാന്റ് തന്നെ അഡോപ്റ്റ് ചെയ്യുന്ന ചില മെത്തേഡ്സ് ഉണ്ട്. പ്ലാന്റ് തന്നെ ചില ക്യാരക്ടേഴ്സ്, സ്വഭാവങ്ങളുണ്ട്. അത് എന്ത് ചെയ്യപ്പെടും? ചില പെസ്റ്റുകളെയൊക്കെ തടഞ്ഞു നിർത്തും. അതിൽ ഒന്നാമത്തേതാണ് ഹെയറി ലീവ്സ്. ഹെയറി ലീവ്സ് ആൻഡ് സ്റ്റെംസ്. ഹെയർ എന്ന് വെച്ചാൽ എന്താ? അതിന്റെ പുറത്ത് ചില ഔട്ട് ഗ്രോത്തുകൾ, പുറത്തേക്ക് ഇങ്ങനെ ഹെയർ ലൈക്ക് ഔട്ട് ഗ്രോത്ത് വളർന്നു വരുന്ന കാണാൻ സാധിക്കും. ഈ ഹെയർ ലൈക്ക് ഔട്ട് ഗ്രോത്ത് അതിന്റെ സർഫസിൽ, ഇപ്പൊ നോക്കി, ഇതൊരു ലീവ് സർഫസ് ആണ് വിചാരിക്കുക, ഒരു ലീവ് സർഫസ്. ഓക്കെ, ഈ ലീവ് സർഫസിന്റെ മുകളില് ഹെയർ ഇങ്ങനെ പൊങ്ങിയിരിക്കുക, ഹെയർ ലൈക്ക് ഇങ്ങനെ ഹെയർ ഇരിക്കുകയാണെങ്കിൽ ആ ഹെയറിന് മുകളിൽ പെസ്റ്റുകൾക്കോ ഇൻസെക്റ്റുകൾക്കോ വന്നിരിക്കാൻ പറ്റില്ല. അങ്ങനെ വന്നിരിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു ഡിസീസ് കോസ് ചെയ്യുമോ? ഇല്ല. അതാണ് ഹെയറി സ്റ്റെം ആൻഡ് ലീവ്സ് എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ സോളിഡ് സ്റ്റെം. സോളിഡ് സ്റ്റെം. അതിനർത്ഥം പെസ്റ്റുകൾക്ക് അതിനെ തുരക്കുവാൻ സാധിക്കില്ല. ബോറ് ചെയ്യണ്ടേ, സുഷിരം ഉണ്ടാക്കണ്ടേ, സുഷിരം ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം നല്ല കട്ടി കൂടിയ സ്റ്റെം ആയിരിക്കും. മൂന്നാമത്തത് സ്മൂത്തൻഡ് ഫീച്ചേഴ്സ്. സ്മൂത്തൻഡ് ലീവ്സ് ആൻഡ് സ്റ്റെം. വളരെ സ്മൂത്ത്, വളരെ മൃദുലമായിട്ടുള്ള സോഫ്റ്റ് സർഫസ് ആയിരിക്കും. ആ സോഫ്റ്റ് ആകുമ്പോഴത്തേക്കും ഇതിന് മുകളിൽ വന്നിരുന്ന തെന്നി അങ്ങ് പോകും, അവിടെ സ്ലിപ്പ് ചെയ്ത് അങ്ങ് പോകും, തെന്നി പോകും. കാരണം അവിടെ ഇരിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് സ്മൂത്ത് ആണ്. ഇനി നാലാമത്തേത് ഹൈ അസ്പാർട്ടിക് ആസിഡ് കണ്ടന്റ്. ഹൈ അസ്പാർട്ടിക് ആസിഡ്. അസ്പാർട്ടിക് ആസിഡിന്റെ അളവ് കൂടുതലായിരിക്കും. അസ്പാർട്ടിക് ആസിഡിന്റെ അളവ് കൂടുതലാണെങ്കിൽ പെസ്റ്റുകൾക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. മറ്റൊന്ന് നൈട്രജന്റെയും സൂക്രോസിന്റെയും അളവ് കുറവായിരിക്കും. ലോ നൈട്രജൻ ആൻഡ് സൂക്രോസ് കണ്ടന്റ്. ഇതിന്റെ അളവ് കുറവും അസ്പാർട്ടിക് ആസിഡിന്റെ അളവ് കൂടുതലുമാണെങ്കിൽ പെസ്റ്റുകൾക്ക് അറ്റാക്ക് ചെയ്യുവാൻ സാധിക്കുകയില്ല. ഒരിക്കൽ കൂടി, പെസ്റ്റുകൾ പ്ലാന്റ്സിനെ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ, റെസിസ്റ്റ് ചെയ്യുന്നതിനായിട്ട് പ്ലാന്റ് തന്നെ അഡോപ്റ്റ് ചെയ്യുന്ന ചില മെത്തേഡ്സ് ആണ് ഹെയറി സ്റ്റെം, ഹെയറി ലീവ്സ്, സോളിഡ് സ്റ്റെം, സ്മൂത്തൻഡ് ലീഫ് ആൻഡ് സ്റ്റെം സർഫസസ്, ഹൈ അസ്പാർട്ടിക് ആസിഡ് ആൻഡ് ലോ നൈട്രജൻ ആൻഡ് സൂക്രോസ് കണ്ടന്റ്. ഇതുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? പ്ലാന്റ്സിന് അതിനെ അറ്റാക്ക് ചെയ്യുവാൻ സാധിക്കുകയില്ല. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇത് പ്ലാന്റിന്റെ മെത്തേഡ്സാ. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ് പെസ്റ്റുകളെയും അതേപോലെ തന്നെ ഇൻസെക്റ്റ് ഒന്ന് അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ ബ്രീഡിങ്ങിലൂടെ ചില പ്ലാന്റ്സിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നു. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ